കാലൊടിഞ്ഞ് എനിക്ക് അധ്വാനിക്കാൻ വയ്യാതായി. അകത്തിലല്ലേ എന്റെ അച്ഛൻ പണ്ട് പാറമേട് ജോലി ചെയ്തിരിക്കുമ്പോ എന്റെ അച്ഛന്റെ കാലൊടിഞ്ഞു. അതുകൊണ്ട് എനിക്ക് അധ്വാനിക്കാൻ പറ്റാതായി. എന്തിനാപ്പാ ഇന്ത്യക്കാർ ആ ചങ്ങാനോട് അത്രയും ചൂടായത്? അയാള് വിൽക്കണ സാധനം അയാള് പോക്കറ്റിലിട്ടാ പോരെ കാശ്. ആ ഇന്ത്യക്കാരൻ എന്താ യാചിക്കണം? അത് അങ്ങനെ തന്നെയാണ്. അതിന് ചിലപ്പോ വാളെടുക്കും. ആ KSRTC ബസ്സിൽ എത്തിച്ചേ ഞങ്ങളും നിങ്ങളെ പോലെ സഹോദരന്മാരാണ്, ഞങ്ങളെ ഗുണ്ട ആക്ടിൽ നിന്ന് രക്ഷിക്കണം, ഗുണ്ട അക്രമങ്ങളെ രക്ഷിക്കും. അതെന്തിനാ അങ്ങനെ എത്തിച്ചിട്ടുണ്ട്? കണ്ടക്ടർമാരെ കുറിച്ച് കണ്ടക്ടർമാരെ പഠിക്കാൻ എഴുതണ്ടേ? അതന്നെ പറഞ്ഞേ. നമ്മളുണ്ടല്ലോ അപ്പൊ ചേട്ടാ ചില്ലറ തന്നില്ലെങ്കിൽ എന്താന്ന് ചോദിച്ചാൽ അപ്പൊ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കാര്യപ്പെട്ട ബോട്ടിലെ യാത്രക്കാരെ, സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, നോക്കിക്കാണിട്ടാ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ, അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി മദീന ഇബ്രാഹിമിനെ കേരള കണ്ടക്ടർ അസോസിയേഷൻ പുത്തനങ്ങാടി സെക്രട്ടറി മെമ്പർ മദീന ഇബ്രാഹിം ക്ഷണിച്ചോളൂ. ഈ പരിപാടിയിലേക്ക് നന്ദി ആശംസിച്ചുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് മൊത്തം അഭിപ്രായത്തിലേ ഉള്ളൂ. മുസ്തഫാനോട് ഉസ്മാനോടും വോട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചെറിഞ്ഞാൽ ആ ചേപ്പ് രണ്ടോളം പറ്റും. ആ ഷൂ